ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് ലൈഫ് വെയിറ്റ് ഗെയിൻ അല്ലെന്നുണ്ടെങ്കിൽ മധ്യവയസ്കരിലുള്ള വെയിറ്റ് ഗെയിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വെരി കോമൺ ഡൗട്ടാണ് 25-30 കഴിഞ്ഞിട്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 40-45 കഴിയുമ്പോഴത്തേന് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ദർ ആർ വെരി സിമ്പിൾ റീസൺസ് ഫോർ ദാറ്റ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, നമ്മുടെ ലൈഫിലെ സ്ട്രെസ് ലെവൽസ് കൂടുന്നു. പലതരത്തിലുള്ള സ്ട്രെസ് ലെവൽസ് നമ്മുടെ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ട്രെസ് ലെവൽസ് കൂടുന്നു. നമ്പർ 2, നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറയുന്നു. നമ്മളൊരു വ്യക്തികൾ ജോലിയിലോട്ട് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നുള്ള ജോലി കൂടുമ്പോഴത്തേക്കിന് നമ്മുടെ ബിഫോർ ലൈഫിലുണ്ടായിരുന്ന ആ മൂവ്മെൻറ്റിനെക്കാളും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കുറയുന്നു. നമ്പർ 3, നമ്മുടെ ബോഡിയിലുള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ മസിൽ മാസ് നല്ല രീതിയിൽ കുറയുന്നു. ഡ്യൂ ടു വർക്കൗട്ട് ഇല്ലായ്മയാകാം, പല പല റീസൺ കാരണം നമ്മുടെ ബോഡിയിലുള്ള മസിൽ മാസ് കുറയുന്നു. അതുപോലെ തന്നെ നമ്പർ 4, നമ്മുടെ ആൽക്കഹോൾ ഇൻടേക്ക് കൂടുന്നു. സോ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? വളരെ ആക്ഷനബിളായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നമുക്കിത് എങ്ങനെയൊക്കെ ഇതിനെ സോൾവ് ചെയ്യാമെന്നുള്ളത്. സോ നമ്പർ 1, നമ്മുടെ ദിവസമുള്ള നമ്മുടെ സ്റ്റെപ്സിൻ്റെ ഇൻടേക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നടക്കുന്നത് നമ്മൾ ചിലപ്പം 1000-2000 ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ഒരാൾക്കാർ 2000-2500 സ്റ്റെപ്സ് ഒരു ദിവസം എടുക്കുന്നുള്ളൂ. അതിനെ നമ്മൾ ലേശം കൂട്ടുക, ലൈക്ക് ഡെയിലി ഒരു 5000-8000 സ്റ്റെപ്സ് എടുക്കാൻ നോക്കുക. നമ്പർ 2, നമ്മുടെ സ്ലീപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരു ദിവസം 7-9 hours സ്ലീപ്പ് മസ്റ്റായിട്ട് കിട്ടുക. നമ്പർ 3, ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈമെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഒരു 30 minutes ചെയ്തേച്ചാൽ മതിയോ. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്പർ 4, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഒരു 80% ഹോൾ ഫുഡിൽ തന്നെ ആക്കുക. പ്രോസസ്ഡ് ഫുഡിനുള്ള ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡിൻ്റെ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക. നമ്പർ 5, നമ്മുടെ ബോഡിക്ക് അക്കോർഡിംഗ്ലി ബോഡി വെയ്റ്റ് അക്കോർഡിംഗ്ലി നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. ഫോർ എക്സാമ്പിൾ 1 gram പെർ ബോഡി വെയ്റ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 50 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 50 കിലോ അല്ലെങ്കിൽ 60 gram എങ്കിലും ഒരു ദിവസം പ്രോട്ടീൻ എടുക്കുക. നമ്പർ 6, നമ്മുടെ സ്ട്രെസ് ലെവൽസിനെ മാനേജ് ചെയ്യുക ത്രൂ മെഡിറ്റേഷൻ ഓർ ഡൂയിങ് സം യോഗ ഓർ സം മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ സ്ട്രെസ് ലെവലിനെ മാനേജ് ചെയ്യുക. ദീസ് ആർ ദ ആക്ഷനബിൾ സ്റ്റെപ്സ് ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ഗെയിനിങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിനിനെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു അളവ് വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു.